ഹലോ ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് മൊസറല്ല ചീസ് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. നമ്മുടെ പിസയിലേക്കും ബർഗറിലേക്കും ഒക്കെയുള്ള മൊസറല്ല ചീസ്. ഒരു കവർ പാൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഞാൻ മൊസറല്ല ചീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഒരു പാൻ എടുക്കാം. പാനിലേക്ക് നമുക്കൊരു കവർ പാല് പൊട്ടിച്ച് വയ്ക്കാം. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ, മിൽമയുടെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതായത് നമ്മളൊരു വിരലിടുമ്പോൾ ആ ഉള്ള ചൂട് വല്ലാണ്ട് ചൂടാവേണ്ട, തിളയ്ക്കും വേണ്ട. നമ്മൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് എടുത്തേക്കണത്. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. തീ ഓഫാക്കിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതേ ഒരു ആയി വരുന്നുണ്ട്, പക്ഷെ പോരാ. കുറച്ചും കൂടിയും ഒരു 1/2 സ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കാം. 1.5 സ്പൂൺ ഒഴിച്ചപ്പോൾ തന്നെ നമ്മുടെ പാല് നല്ലോണം പിരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലവണ്ണം പിരിഞ്ഞിട്ടുണ്ട്. ചീസ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. വെള്ളം കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം ഇത് ഇങ്ങനെ ഒരു ഉണ്ടയാക്കി എടുത്തിട്ട് നമ്മളൊരു ചൂടുവെള്ളത്തിൽ, അതായത് നമുക്ക് കൈ മുക്കാൻ പാകത്തിനുള്ള ഒരു ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ സംഭവം, ഈ ചീസിനെ നമ്മൾ ഇട്ട് വെക്കുകയാണ് ചെയ്യണത്. എടുത്ത് മാറ്റിയിട്ട്, അതായത് അതിൻ്റെ ആ ഒരു ഇലാസ്റ്റികത കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് എടുക്കണത്. 1 സെക്കൻഡ് മതി നമുക്ക് കൈയൊക്കെ ഇടാൻ പറ്റിയ ഒരു ചൂട്. 2 മിനിറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് കയ്യിലെടുത്തിട്ട് നല്ലോണം പിഴിഞ്ഞ് കളയുക. അതായത് ഇതിൻ്റെ ആ വിനാഗിരിയുടെ മണം പോകാൻ വേണ്ടിയിട്ടാണ് ഇതങ്ങനെ ചെയ്യണത്. അതുപോലെ തന്നെ ആ ഒരു ഇലാസ്റ്റികത ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഇതിൻ്റെ വെള്ളം നല്ലോണം പിഴിഞ്ഞ് കളയണം. ഒരു 5-6 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ നല്ലോണം കാണിക്കണം. എന്നാലാണ് അതിൻ്റെ ആ ഒരു വിനാഗിരിയുടെ മണം പോവുള്ളൂ. ചിലർ വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീര് എടുക്കണവരുണ്ട്. എന്നാലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി നല്ലത് ഇങ്ങനെ എടുക്കണതാണ്. ഇത് കഴിഞ്ഞാൽ വെള്ളം നല്ലോണം വന്നതിന് ശേഷം നല്ല ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഈ ചീസിനെ ആക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡബ്ബയിൽ എടുത്ത് നമുക്ക് ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം ഫ്രീസറിൽ വെക്കണം. അതിന് ശേഷം ഇത് ചീസായിട്ട് നമ്മൾ എടുക്കുള്ളൂ. ഇങ്ങനെ വെച്ചാലും മതി. എന്നിട്ട് നമുക്കിങ്ങനെ നല്ലോണം എയർ ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. അത് ഫ്രീസറിലേക്ക് വെക്കാം. ആറ് മണിക്കൂറിന് ശേഷം നമ്മളത് എടുത്തു. കണ്ട, ശരിക്കും നല്ല ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ചീസായിട്ടുണ്ട്. നമുക്കിന്നൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നല്ല നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നമ്മൾ പി സി ഒക്കെ വീട്ടിലുണ്ടാക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചീസ് ഉണ്ടാക്കണം നല്ലത്. നല്ല അടിപൊളിയാണ്. ഞങ്ങൾ പി സി ഉണ്ടാക്കി നമ്മൾ പി സിയിലേക്ക് ചേർക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തത് നമുക്ക് കാണാം. ഓക്കെ, ബൈ.